ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റുകൾ ഇന്ന് ഈഡൻ ഗാർഡൻസിൽ ഏറ്റുമുട്ടുകയാണ്. എന്നാൽ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ട് ടീമുകൾക്കും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ട്. നമുക്കാദ്യം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യം എടുക്കാം. ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് ദയനീയമായ പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയത്. രണ്ടാം മത്സരത്തിൽ ഗുവാഹത്തിയിൽ വെച്ച് രാജസ്ഥാൻ റോയൽസിനെ അവർ തോൽപ്പിച്ചു. മൂന്നാം മത്സരത്തിൽ മുംബൈക്കെതിരെ അവർ വീണ്ടും ദയനീയമായി പരാജയപ്പെട്ടു. KKRന്റെ കാര്യം നോക്കിയാൽ അവർക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ മത്സരങ്ങളിലും മികച്ചൊരു തുടക്കം ലഭിച്ചിരുന്നു. അതായത് അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഫിൽ സാൾട്ട്, സുനിൽ നരൈൻ. ഇപ്പോൾ നമുക്ക് കണക്കുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവരുടെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പിന്റെ ആവറേജ് എന്ന് പറയുന്നത് അറൌണ്ട് 44 ആണ്. 43.9 ശരാശരിയിൽ ഏകദേശം 207 സ്ട്രൈക്ക് റേറ്റിലാണ് അവരുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് റൺസ് സ്കോർ ചെയ്തത്, ഫിൽ സോൾട്ടും സുനിൽ നരൈനും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് മികച്ചൊരു തുടക്കം കിട്ടി. എന്നാൽ ഈ സീസണിൽ നമുക്കറിയാം ഫിൽ സോൾട്ട് നമ്മുടെ KKRലില്ല, പകരം RCBയിലേക്ക് പോയി, പകരം ഡീകോക്കാണ് വന്നത്. പക്ഷെ പിന്നീട് ഈ സീസണിൽ അവർക്ക് അങ്ങനെ ഒരു തുടക്കം കിട്ടിയിട്ടില്ല. അതായത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ മികച്ചൊരു തുടക്കം കിട്ടിയിട്ടില്ല. ഇപ്പോൾ അതിൽ നമുക്കറിയാം ഡീകോക്ക് ആദ്യ മത്സരത്തിൽ ഫെയിലായി, മൂന്നാമത്തെ മത്സരത്തിൽ ഫെയിലായി. രണ്ടാമത്തെ മത്സരത്തിൽ ഡീകോക്ക് നന്നായിട്ട് കളിച്ചു, 97 നോട്ട് ഔട്ട് രാജസ്ഥാനെ തോൽപ്പിച്ചു. പക്ഷേ സുനിൽ നരൈന് ആ ഒരു ഇമ്പാക്ട് നൽകാൻ ആദ്യത്തെ മത്സരത്തിൽ അത്യാവശ്യം ഭേദപ്പെട്ടൊരു സ്കോറാണ് സുനിൽ നരൈൻ ചെയ്തത്. പക്ഷെ അവിടെയും സുനിൽ നരൈൻ തുടക്കം സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. രഹാനെ വന്ന് RCBക്കെതിരെ കുറച്ച് ഷോട്ട്സ് കളിച്ചതിന് ശേഷമാണ് നമ്മുടെ നരൈൻ പിന്നെ അത്യാവശ്യം നല്ല ഷോട്ട്സ് കളിക്കുന്നത്. അപ്പോൾ നരൈൻ സ്ട്രഗ്ലിംഗ് ആണ്. ഇവരുടെ റിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ സീസണിന് ശേഷം ബാറ്റ് കൊണ്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ നരൈന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നരൈൻ ആ ഒരു കഴിഞ്ഞ സീസണിലെ ഫോമിലല്ല ബാറ്റിങ്ങിൽ നരൈൻ. ഈ സീസണിലേക്ക് വന്നപ്പോൾ അത് അവരെ ഹോണ്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ സീസണിൽ ഓപ്പണേഴ്സ് തന്നെ മികച്ചൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യുന്നു, പിന്നെ ബാക്കിയുള്ള ബാറ്റേഴ്സ് എല്ലാം പിന്നെ അതിന് പുഷ് ചെയ്യുന്നു. കൂടെ ശ്രേയസ് അയ്യറിന്റെ ഒരു ഇതുകൊണ്ട് കഴിഞ്ഞ സീസണിൽ മിഡിൽ ഓർഡറിൽ. പക്ഷേ ഈ സീസണിൽ അയ്യരും ഇല്ല. അപ്പം അവർ ആ ഒരു ഓപ്പണിംഗ് ബേസ് സെറ്റ് ചെയ്യുന്നു. ഒരു റോളിംഗ് സ്റ്റാർട്ടാണ്, ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 207 ആണ് അവരുടെ ആവറേജ് സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ബാക്കിയുള്ള ബാറ്റേഴ്സും പുഷ് ചെയ്യുമ്പോൾ നല്ലൊരു ഹൈ സ്കോറിൽ ഇവരെത്തും. ഈ സീസണിൽ ഓപ്പണിംഗിൽ സുനിൽ നരൈൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഫെയിൽ ആവുന്നു. അതുപോലെ ഡീകോക്കില്ല, ഒരു കളി കളിച്ചു, പിന്നെ 2 കളി കളിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പണിംഗിൽ തന്നെ അവർക്ക് പ്രശ്നം പറ്റുന്നു. പിന്നെ രഹാനെ വൺ ഡൗൺ ഇറങ്ങി അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് ആദ്യ മത്സരത്തിൽ കളിച്ചു. പക്ഷേ ആ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് സ്ഥിരം ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഉള്ളത് രഘുവംശിയാണ്. മികച്ച തുടക്കങ്ങൾ രഘുവംശിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു ബിഗ് ഇന്നിങ്സിലേക്ക്, അതൊരു ടെല്ലിംഗ് കോൺട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ രഘുവംശിക്കും കഴിയുന്നില്ല. ഇവരുടെ മിഡിൽ ഓർഡർ അപ്പം കഴിഞ്ഞ വർഷം അവർക്ക് വേണ്ടി കളിച്ച കോർ പ്ലേയേഴ്സ് തന്നെയാണ്. വെങ്കടേഷ് അയ്യർ, റിങ്കു സിംഗ്, ആന്ധ്ര റസൽ, രമൺദീപ് സിംഗ്. ഇവർക്കാർക്കും കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഈ സീസണിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബാറ്റിങ്ങിൽ ഏറെക്കുറെ പരാജയം തന്നെയാണ് ഈ ഒരു സീസണിൽ KKR എന്ന് നമുക്ക് പറയേണ്ടി വരും. കണക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവർ ഈ 4 പേര്, ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കോർ ഉണ്ടല്ലോ, അപ്പോൾ കഴിഞ്ഞ സീസണിലും അവരുടെ ടീമിലുണ്ടായിരുന്ന ആ ഒരു കോർ, അവരുടെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 17 മാത്രമാണ്. അപ്പോൾ ഇവരിപ്പം ഈ സീസണിൽ സ്കോർ ചെയ്യുന്നത് 17 റൺസ് ശരാശരിയിലാണ്. അപ്പോൾ ചോദിക്കുന്നത് സ്ട്രൈക്ക് റേറ്റ് കൂടുതലുണ്ടോന്ന്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റും അറൗണ്ട് 117 മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓപ്പണിങ്ങിൽ ആ ഒരു സ്റ്റാർട്ടും കിട്ടുന്നില്ല, മിഡിൽ ഓവേഴ്സിലും അത്യാവശ്യം ശോകമാണ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഇവർ ഈ പിന്നോട്ടടിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ സീസണിൽ അവർ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഈ സീസണിൽ മുന്നോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ സീസണിൽ പുറത്തെടുത്ത പ്രകടനങ്ങൾ ഈ സീസണിൽ വീണ്ടും ആവർത്തിക്കണം. അപ്പോൾ അത് ഇവിടെ സംഭവിക്കുന്നില്ല. ഇനിയിപ്പം ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് ഈ സീസണിലില്ല. അപ്പോൾ കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സിനെ തോൽപ്പിക്കാനായിട്ടുള്ള പ്രധാന കാരണം മിച്ചൽ സ്റ്റാർക്കായിരുന്നു. നമുക്കറിയാം, അപ്പോൾ ഹെഡിനെതിരെയും അഭിഷേക് ശർമ്മയ്ക്കെതിരെയും മികച്ച റെക്കോർഡാണ് സ്റ്റാർക്കിനുള്ളത്. ഇപ്പോൾ പകരം വന്ന സ്പെൻസർ ജോൺസൺ എക്സ്പെൻസീവ് ആണ്. ഇനിയിപ്പോൾ ഒരു ചാൻസ് കിട്ടാനായിട്ട് അപ്പുറത്തിരിക്കുന്ന ആൻഡ്രിക് നോർക്കിയും ഈ ഒരു നല്ല ഫോമിലല്ല. പിന്നെ ഹർഷിത് റാണ, വൈഭവ് അറോറ, ഇവരൊക്കെ എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സ് ആണ്. പിന്നെ ഇവരുടെ ഒരു പോസിറ്റീവ് ഉള്ളത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി അത്യാവശ്യം നല്ല ഫോമിലുള്ള താരമാണ്. ഈ സീസണിൽ വരുൺ ചക്രവർത്തി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. പക്ഷെ എന്നാലും ഇവരുടെ ടീമിൽ ആശ്വസിക്കാനാവുന്ന ഏക ബൗളർ എന്ന് പറയുന്നത് നമ്മുടെ വരുൺ ചക്രവർത്തിയാണ്. പിന്നെ സുനിൽ നരൈൻ ഉണ്ടെങ്കിലും സുനിൽ നരൈൻ ഒരു പഴയ ഒരു മിസ്റ്ററി ബൗളർ, വിക്കറ്റ് ടേക്കർ ആയ ഒരു മിസ്റ്ററി ബൗളർ എന്ന ഒരു ഇമ്പാക്റ്റിലേക്ക് സുനിൽ നരൈൻ തിരികെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ആ ഒരു ബൗളിംഗ് യൂണിറ്റിൽ ഏക ആശ്വാസം എന്ന് പറയുന്നത് വരുൺ ചക്രവർത്തിയാണ്. ഈ മിഡിൽ ഓവേഴ്സിൽ ചക്രവർത്തിയും നരൈനും ചേർന്ന് എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആ ഒരു പാർട്ണർഷിപ്പ് ബോളിംഗ് അങ്ങനെ സ്ഥിരമായിട്ട് നടക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള ബോളേഴ്സ്, ഫാസ്റ്റ് ബോളേഴ്സും കൂടെ എക്സ്പെൻസീവ് ആവുമ്പോൾ ബോളിംഗ് സൈഡിൽ ഇവർക്ക് നിരവധി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് KKRന്റെ കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ സീസൺ ഞാൻ പറഞ്ഞു 2020 മുംബൈ ഇന്ത്യൻസിനെ കണ്ട ശേഷം അത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടാണ് കഴിഞ്ഞ സീസൺ അവർ കളിച്ചത്. പക്ഷേ ഈ സീസണിൽ അതിൻ്റെ നിഴൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ അവർ തോറ്റത്. അതിനർത്ഥം അവർക്ക് തിരികെ വരാൻ കഴിയില്ല എന്നല്ല. പക്ഷേ ഇവരുടെ പേപ്പർ നോക്കുമ്പോൾ നല്ല ടീമാണ്, ഹെവി ടീമാണ്, എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് ഉണ്ട്,
മൾട്ടിപ്പിൾ ബോളിംഗ് ഓപ്ഷൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഗ്രൗണ്ടിലോട്ട് എത്തുമ്പോൾ ആ ഒരു കളി കാണുന്നില്ല. ഇപ്പോൾ റസലിൻ്റെ കാര്യം പറഞ്ഞാലും ബാറ്റിങ്ങിൽ ഫോമിലല്ല, ഇപ്പോൾ ബൗളിങ്ങിലായാലും ആ ഒരു ഫുൾ ടിൽറ്റിൽ എറിയാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ ഇവരുടെ ടീം അനാലിസിസ് വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരെ വേട്ടയാടുന്നത്. അപ്പോൾ അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ സോർട്ട് ചെയ്താൽ മാത്രമേ സോർട്ട് ചെയ്താൽ ഇവർ ഒരു ടഫ് ടീം ടു ബീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോഴും അവരെ കൃത്യമായിട്ട് അവരെ വേട്ടയാടുന്നുണ്ട്. അത് തന്നെയാണ് ഇവരുടെ ഒരു പിന്നോട്ട് പോക്കിന് കാരണവും. അപ്പോൾ എന്തായാലും ഇവർ ആ ബാറ്റിങ്ങിലും ഉള്ള ഇഷ്യൂസ് സോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ബൗളിങ്ങും അവർക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കവറപ്പ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഇതുപോലൊരു ടഫ് ടൂർണമെന്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും ഇവരുടെ ആ ഒരു മുന്നോട്ടുള്ള പ്ലേ ഓഫ് സാധ്യതയൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ഈ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർക്ക് വിജയം നൽകിയ കോമ്പിനേഷനാണ്. അപ്പോൾ 8ാമത് ഓപ്പണിങ് നരയും വന്നിട്ട് 8ാമത് രമൺദീപ് വരുന്ന നല്ല ബാറ്റിംഗ് ഡെപ്തുള്ള കോമ്പിനേഷൻ. ഇനി ഇത് ബ്രേക്ക് ചെയ്ത് മറ്റൊരാളെ കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പം മൊയിൻ അലി ഉണ്ട്, മൊയിൻ അലി ആർക്ക് പകരം കൊണ്ടുവരാൻ പറ്റും? സുനിൽ നരേന് പകരം. നമുക്ക് ഒരിക്കലും റസലിന് പകരം യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അലി ഫിനിഷർ അല്ല. പിന്നെ ബൗളിങ്ങിലും വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ റോമാൻ പവലിനെ കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസലിന് പകരം പറ്റും, പക്ഷേ റസൽ നൽകുന്ന ഒരു ബോളിംഗ് അവിടെ റോമാൻ പവലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടില്ല. അതുപോലെ നമുക്കിങ്ങനെ ഈസി ആയിട്ട് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ്സും ഇവരുടെ കാര്യത്തിൽ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവരുടെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു പ്ലേയിങ് 12 തന്നെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോർട്ട് ചെയ്തിട്ട് ആ ഒരു റീവാമ്പ് എന്നൊക്കെ പറയത്തില്ലേ, അത് അവർ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റാൽ ഇവർക്ക് കൊള്ളാം. അതായത് ഇവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ഗുണകരമാവും. അല്ലെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ആൻസർ ചെയ്യേണ്ടത്. ഇപ്പോൾ ചില ടീമിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ബോളിംഗ്, അല്ലെങ്കിൽ ബാറ്റിംഗ്, അല്ലെങ്കിൽ ആ മിഡിൽ ഓർഡറിൽ കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷേ ഇവരുടെ കാര്യം പറഞ്ഞാൽ പേപ്പറിൽ നോക്കുമ്പോൾ ഈ പ്രശ്നം എല്ലാം സോർട്ടഡ് ആണ്. ഇവരുടെ ആ ഒരു പ്ലേയിങ് 12 നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഏതൊരു ടീമിനെ ഏതൊരു ദിവസവും തോൽപ്പിക്കാം. പക്ഷേ ഇവർ നന്നായിട്ട് കളിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഓപ്പണിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റാർട്ട് കിട്ടുക, നരേൻ ഡീകോക്ക് സ്റ്റാർട്ട് കിട്ടുക, അത് പിന്നെ മിഡിൽ ഓർഡേഴ്സ് ആ ഒരു സ്റ്റാർട്ടിൽ ബിൽഡ് ചെയ്ത് മികച്ചൊരു സ്കോറിലേക്ക് എത്തിക്കുക. പിന്നെ ബൗളേഴ്സ് ആ ഒരു സ്കോർ എങ്ങനെയും റെസ്ട്രിക്ട് ചെയ്യുക. ഇപ്പോൾ മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പിന്നെയും കഴിയും. ചക്രവർത്തി ഉണ്ട്, നരേനോട് ആ ഒരു ടച്ചിലെത്തിയാൽ വിക്കറ്റ് എടുത്തില്ലെങ്കിലും എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്താൽ തീർച്ചയായിട്ടും മിഡിൽ ഓവേഴ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പോഴും പേസ് ബോളിംഗ് ഒരു വറിയിങ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ KKRന്റെ കാര്യങ്ങൾ. ഇനി SRHന്റെ കാര്യത്തിലോട്ട് വന്നാൽ ആദ്യത്തെ മത്സരത്തിൽ ഇവർ കഴിഞ്ഞ വർഷം ഒരു റെവല്യൂഷനാണ് തുടങ്ങി വെച്ചത്. അതായത് അവർ മുന്നോട്ട് കൊണ്ടുവന്നൊരു ബാറ്റിംഗ് ടെംപ്ലേറ്റ് ഉണ്ട്, എന്തു വന്നാലും അടിച്ചു തകർക്കുക. അത് കഴിഞ്ഞ സീസണിൽ അവർ ഫലപ്രദമായിട്ട് നടപ്പിലാക്കി. 2 വട്ടം 250+ സ്കോർ ചെയ്തു, 200+ നിരവധി തവണ സ്കോർ ചെയ്തു. അപ്പോൾ ഈ സീസണിൽ വന്ന ആദ്യത്തെ മത്സരം നോക്കിയാൽ രാജസ്ഥാനെതിരെ 286 റൺസ് സ്കോർ ചെയ്തു. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ അവർക്ക് നഷ്ടമായത് ഒരൊറ്റ ഷോട്ടിന്റെ വ്യത്യാസത്തിലാണ്. അതായത് ഒരു 6 അധികം അടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 അധികം അടിച്ചിരുന്നെങ്കിൽ IPL ഏറ്റവും ഉയർന്ന സ്കോർ ഈ സീസണിൽ ആദ്യത്തെ മത്സരത്തിൽ തന്നെ അവർ സ്വന്തമാക്കിയേനെ. എന്നാൽ അതിനുശേഷം പിന്നീട് നടന്ന മത്സരങ്ങൾ ലക്നൗ സൂപ്പർ ജയൻസ്, ഡൽഹി ക്യാപിറ്റൽസ്. അപ്പോൾ ഈ 2 ടീമുകളുമായിട്ട് നടന്ന മത്സരത്തിൽ ഇവരുടെ ഈ ടെംപ്ലേറ്റ് പരാജയപ്പെട്ടു. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ച കാര്യമുണ്ട്, LSG ആയിട്ടുള്ള മാച്ചിന് ശേഷം ഷർദുൽ താക്കൂർ പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അവർക്ക് നമ്മളെ ബാറ്റ് കൊണ്ട് അറ്റാക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ബോൾ കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്തുകൂടാ. ഒരു ഡെത്ത് ഓവർ സ്റ്റൈലിലാണ് അവർ ആദ്യം തൊട്ടേ ബോൾ ചെയ്തത്. അതാണ് ഏറ്റവും രസകരം. സാധാരണ നമ്മൾ ഈ യോർക്കറും അങ്ങനത്തെ വൈഡ് യോർക്കർ, സ്ലോവർ ബോൾസ് ഒക്കെ കുറച്ചുകൂടെ ഇന്നിങ്സ് മുന്നോട്ട് പോകുന്നതോറുമാണ് ഒരു ഡെത്ത് ഓവേഴ്സിന്റെ ടാക്ടിക്സിലോട്ട് ഒരു ടീം എത്തുന്നത്. എന്നാൽ ഇവർ തുടക്കം തൊട്ടേ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു ഡെത്ത് ഓവറിൽ എങ്ങനെ ബോൾ ചെയ്യുമ്പോൾ ആ രീതിയിൽ അറ്റാക്ക് ചെയ്ത് 286 റൺസ് എടുത്ത് അതേ സ്റ്റേഡിയത്തിൽ 200 താഴെ നമ്മുടെ ഹൈദരാബാദിനെ ഒതുക്കാൻ, SRHനെ ഒതുക്കാൻ LSGക്കായി. അപ്പോൾ അത് അവരുടെ ഒരു പ്ലാനിങ്ങും എക്സിക്യൂഷനും അത്രയും ബ്രില്യൻ്റ് ആണെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ തൊട്ടടുത്ത മത്സരം വന്നപ്പോൾ DC അത് ഒരു പടിയും കൂടെ കടന്നു. അപ്പോൾ ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടെ ചെറിയ സ്കോറിൽ SRHനെ ഒതുക്കി. ഈ 2 മത്സരങ്ങളിലും SRH അവരുടെ ഒരു മോട്ടോ എന്ത് വന്നാലും അറ്റാക്ക് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജിയിൽ നിന്ന് പിന്മാറിയില്ല. അതാണ് കട്ട്. അവർ വിക്കറ്റ് പോയിക്കോട്ടെ, ഞങ്ങൾ പിന്നെയും അറ്റാക്ക് ചെയ്യുന്നുള്ള രീതി തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൽ LSGക്കെതിരെ വന്നപ്പോൾ അവർ 16 ഓവറിലെന്തോ അത് ചേസ് ചെയ്തു. DCക്കെതിരെ DC ഇഷ്ടം പോലെ പന്തുകൾ ബാക്കി നിൽക്കെ ആ ഒരു സ്കോർ ചേസ് ചെയ്തു. അപ്പം ഫലത്തിൽ നെറ്റ് റൺ റേറ്റ് നന്നായിട്ട് ഇടിയുകയും ചെയ്തു. ഇപ്പോൾ 286 റൺസ് അടിച്ച മത്സരത്തിലും നമ്മുടെ RR അറൗണ്ട് 240 അടിച്ചു. അപ്പോൾ അവിടെയും വലിയൊരു 100 റൺസിന്റെ വിജയമൊന്നും, 286 പോലൊരു സ്കോർ നേടിയിട്ടും ഒരു 100 റൺസിന്റെ വിജയമൊന്നും സ്വന്തമാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അറൗണ്ട് 40 റൺസിനാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് 2 മത്സരങ്ങളും നല്ല രീതിയിൽ തോറ്റതോടെ ഇവരുടെ നെറ്റ് റൺ റേറ്റും ഒരു വഴിക്കായി. അപ്പോൾ ഇനി ഇവരുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇവരൊരു ഫുൾ ഓൺ അറ്റാക്കിംഗ് മോഡാണ്. പവർ പ്ലേയിൽ 2-3 വിക്കറ്റ് പോയാൽ മാത്രമേ ഇവരെ പിടിച്ചു കെട്ടാൻ കഴിയൂ. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അത് സംഭവിച്ചു.
ഇഷാൻ കിഷൻ ആദ്യത്തെ മത്സരത്തിൽ മികച്ചൊരു സെഞ്ചുറി അടിച്ചെങ്കിലും പിന്നെ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. ഇനി തുടരെ വിക്കറ്റുകൾ പോയാലും ഇവർ അറ്റാക്ക് ചെയ്യുന്ന കാര്യം എതിർ ടീമിന് അറിയാം. അങ്ങനെ വരുമ്പോൾ തങ്ങൾക്കും ചാൻസ് കിട്ടും. അതായത് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിക്കറ്റ് വീഴാനും ചാൻസ് ഉണ്ടെന്ന കാര്യം എതിർ ടീമുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അതനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ഒരു സൈഡിൽ വിക്കറ്റ് പോയിക്കൊണ്ടേയിരിക്കുന്നു, ഇവർ വരുന്നു, അടിക്കുന്നു, ചിലപ്പോൾ 1-2 സിക്സ് പോകുന്നു, വീണ്ടും വിക്കറ്റ് വീഴുന്നു. ഇങ്ങനെ വന്നപ്പോൾ 2 കളികളിലും 200 എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ 2 അത്യാവശ്യം നല്ല ബാറ്റിംഗ് പിച്ച് കൂടിയായിരുന്നു. ഒന്ന് 286 റൺസ് എടുത്ത സ്റ്റേഡിയം തന്നെയായിരുന്നു. പിന്നീട് രണ്ടാമത്തെ മത്സരം വിശാഖപട്ടണത്തിൽ അത് നല്ല ബാറ്റിംഗ് പിച്ചാണ്. കാരണം DC ബാറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ഇവരെ റെസ്ട്രിക്ട് ചെയ്യാൻ ഒപ്പോണൻസിന് കഴിഞ്ഞു. പിന്നെ ഇവരുടെ ഇതിലൊരു ബ്രൈറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അനികേത് വർമ്മയുടെ പെർഫോമൻസ് ആണ്. LSGക്കെതിരെ ഒരു 13 പന്തിൽ 36 എന്നൊരു ഹൈലി എക്സ്പ്ലോസീവ് ഇതെടുത്തു. കഴിഞ്ഞ മത്സരത്തിലായാലും തുടരെ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നപ്പോഴും പുള്ളി ഒരു സൈഡിൽ നിന്ന് 50 അടിച്ച് ഒരു ഭേദപ്പെട്ട സ്കോർ, അതായത് നാണക്കേടിൽ നിന്ന് സൺറൈസേഴ്സിനെ രക്ഷിക്കാൻ അനികേത് വർമ്മയ്ക്കായി. അപ്പോൾ അനികേത് വർമ്മയുടെ ഫോം ഇവർക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. ഇനി ഇവർക്ക് എങ്ങനെയാണ് തിരികെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ ഒറ്റ ഇതേ ഉള്ളൂ, ബാറ്റിംഗ്. ഇവരുടെ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരിക്കുക. അപ്പോൾ ചോദിക്കും, ഇവർ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരിക്കാൻ അവർ ഡിഫെൻഡ് ചെയ്ത് കളിക്കുമോ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കളിക്കുമോ? ഇല്ല. അത് പാറ്റ് കമ്മിൻസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു എന്ന് കരുതി ഞങ്ങൾ ബാറ്റ് ചെയ്യുന്ന രീതി മാറ്റില്ല എന്നാണ് പാറ്റ് കമ്മിൻസ് പറഞ്ഞത്. അതിനർത്ഥം അവർ ഈ അറ്റാക്കിംഗ് സ്ട്രാറ്റജി തന്നെ തുടരുന്നതാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവർ ഈ അറ്റാക്കിംഗ് രീതിയിൽ നിന്ന് പിന്നോട്ടില്ല. കഴിഞ്ഞ വർഷം അവർക്ക് വിജയം തന്ന ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിൽ നിന്ന് അവർ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ KKRന്റെ കാര്യം നോക്കിയാൽ KKRും കഴിഞ്ഞ കളി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതിനാണ് വിക്കറ്റ് എല്ലാം കൊണ്ട് കളഞ്ഞത്. പക്ഷേ KKRന്റെ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് വന്ന റെസ്പോൺസ് അതല്ലായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഡ്വെയ്ൻ ബ്രാവോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തുടരെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് റീഅസസ് ചെയ്ത് എന്താണ് നമ്മൾ ഫുൾ ഓൺ അറ്റാക്കിങ് ആവാതെ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കുറച്ച് ക്രാഫ്റ്റി ആയിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്യണം എന്നാണ് നമ്മുടെ ഡ്വെയ്ൻ ബ്രാവോ പറഞ്ഞത്. പുള്ളി ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 വിക്കറ്റ് പോയിട്ട് പിന്നെ വരുന്നവരും വന്ന് അടിച്ച് ഔട്ട് ആവാതെ കണ്ടീഷനൊക്കെ ഒന്ന് റീഅസസ് ചെയ്തിട്ട് എത്രയാണ് ഒരു വിന്നിങ് ടോട്ടൽ എന്ന് നമ്മൾ തുടക്കത്തിലുള്ളൊരു അസസ്മെന്റ് ആയിരിക്കില്ല. ഒരു മിഡ് ഇന്നിങ്സ് വരുമ്പോൾ വിക്കറ്റുകളൊക്കെ പോയിട്ട് നമുക്കൊന്ന് കണ്ടീഷനൊക്കെ റീഅസസ് ചെയ്ത് കുറച്ച് ക്രാഫ്റ്റി ആയിട്ട് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഡ്വെയ്ൻ ബ്രാവോ ഉദ്ദേശിച്ചത്. അപ്പോൾ 2 മൈൻഡ് സെറ്റ് ആണ്. ഒന്ന്, എന്ത് വന്നാലും അറ്റാക്ക് ചെയ്യുക. 2, അറ്റാക്ക് ചെയ്യുക, എന്നാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു തന്ത്രത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുക. അപ്പോൾ ഇതിൽ ഏത് ഫിലോസഫി, അതായത് ഇപ്പം ഈ ഏത് തന്ത്രമാണ് വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2 ടീമിൻ്റെയും കാര്യങ്ങൾ. ഇനി SRHന്റെ ബോളിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, SRHന്റെ ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആവുന്ന ബോളിംഗ് ആണ്. ഈ 3 മത്സരങ്ങളിൽ നന്നായിട്ട് എക്സ്പെൻസീവ് ആയ ബോളിംഗുമാണ്. ആദ്യത്തെ മത്സരത്തിൽ 286 ബോൾഡ് സ്കോർ ബാഗിൽ ഉണ്ടായിരുന്നിട്ടും അവർക്ക് അതൊരു വലിയ വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്ത 2 മത്സരങ്ങളിലും നിരവധി പന്തുകൾ ബാക്കി നിൽക്കെ തോൽക്കുകയും ചെയ്തു. KKRയോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മോശം ബോളിംഗ് പെർഫോമൻസ് ആണ് SRHന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഉള്ളത് പാറ്റ് കമ്മിൻസ് ആണ്. പാറ്റ് കമ്മിൻസ് ഞാൻ പലവട്ടം പറഞ്ഞു, പുള്ളി ഇപ്പോൾ തൻ്റെ ടീം ഒരുപാട് റൺസ് വഴങ്ങുമ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ടായിരിക്കും വരിക. പവർ പ്ലേയിൽ ഒരു ഓവർ, മിഡിൽ ഓവറിൽ ഒരു ഓവർ, പിന്നെ അതുപോലെ 10-14 ഓവറിൽ ഒരു ഓവർ, അതുപോലെ ഡെത്ത് ഓവേഴ്സിൽ ഒരു ഓവർ, അങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളി സ്വയം വിനിയോഗിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ബോളേഴ്സ് ഒന്നും അത്ര എഫക്റ്റീവായിട്ട് വന്നില്ല. കഴിഞ്ഞ കളി സീഷൻ അൻസാരി എന്ന് പറഞ്ഞ ബോളർ നന്നായിട്ട് ബോൾ ചെയ്തു. അപ്പോൾ ഒരു 3 വിക്കറ്റൊക്കെ എടുത്ത് നന്നായിട്ട് തന്നെ ബോൾ എറിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മത്സരം വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള ബോളേഴ്സും കൂടെ ആ ഒരു രീതിയിൽ കളിച്ചാൽ മാത്രമേ. ഇന്നലത്തെ RCB GT മത്സരത്തിൽ നമ്മൾ കണ്ടു, റഷീദ് ഖാൻ ഒഴിച്ച് ബാക്കി എല്ലാ ബോളേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തു. കാരണം ഇതൊരു ടീം ഗെയിമാണ്. അപ്പോൾ ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഒരു പാർട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു മത്സരത്തിൻ്റെ റിസൾട്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 2 ടീമിനും ഞാൻ പറഞ്ഞ പോലെ ബോളിംഗ് വോസ് ഉണ്ട്. കുറച്ചുകൂടെ കൂടുതൽ ബോളിങ്ങിൻ്റെ കാര്യത്തിൽ SRHനാണ്, ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ KKRനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. 2 ടീമിനും നിരവധി പ്രശ്നങ്ങളുണ്ട്. 2 ടീമും കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ കളിച്ച ടീമുകളാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ മത്സരിച്ച് ഫൈനലിലെത്തിയ ടീമുകളാണ്. ഒരാൾ ചാമ്പ്യന്മാരാണ്, ഒരാൾ റണ്ണേഴ്സ് അപ്പ് ആണ്. അപ്പോൾ 2 പേരും മികച്ച ടീമുകളാണ്. 2 പേർക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ഉണ്ട്. അതിൽ ആരാണ് ബെറ്റർ ആയിട്ട് ഉത്തരം നൽകുന്നതെന്ന് നമുക്ക് ഇന്നറിയാം. ഇനി പിച്ചിൻ്റെ കാര്യം പറഞ്ഞാൽ ഈഡൻ ഗാർഡൻസ് ആണ്. അത്യാവശ്യം നല്ല റൺസ് ഒഴുകുന്ന പിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ മത്സരത്തിന് ശേഷം രഹാനെ കുറച്ചുകൂടി സ്ലോ പിച്ച് വേണം. അതായത് തങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ മിഡിൽ ഓവേഴ്സിൽ വരുൺ ചക്രവർത്തിയും സുനിൽ നരേനുമാണ്. അപ്പോൾ അവരെ എയ്ഡ് ചെയ്യുന്ന പിച്ചാണ് തങ്ങൾക്ക് വേണ്ടത്. കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള പിച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ക്യൂറേറ്റർ, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ ആയിരിക്കും പിച്ച്, നേരത്തെ ഇങ്ങനെ തന്നെ ആയിരുന്നു, ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും, അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ക്യൂറേറ്റർ പറഞ്ഞു. അത് വിവാദമായി. കാരണം ഹോം ടീമിന് എന്ന് വെച്ചാൽ മൊത്തത്തിൽ കുഴി കുഴിക്കണം എന്നല്ല, എന്നാലും കുറച്ച് സ്ലോ ആയിട്ട് ഹോം ടീമിനെ എയ്ഡ് ചെയ്യുന്ന പിച്ച്. നമുക്കിപ്പോൾ ചെപ്പോക്കിലെ കാര്യം അറിയാം, ചെപ്പോക്കിൽ കുറച്ച് സ്പിൻ എയ്ഡ് ചെയ്യുന്ന പിച്ചാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ചേഞ്ച് വന്നപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഴയ ചെപ്പോക്ക് പിച്ച് അല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാ ടീമിനും അവരുടേതായ ഹോം കണ്ടീഷൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പിച്ചാണ് എല്ലാ ടീമിനും വേണ്ടത്. ഒരു ഹോം ആൻഡ് അവേ ഫോർമാറ്റിൽ പോകുന്ന ടൂർണമെന്റിൽ അത് ആ ഒരു
അഡ്വാൻറ്റേജ് വിനിയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ടു, വിവാദമായി. ഇപ്പം പുതുതായിട്ട് വന്ന 2 സർഫസ്, അതായത് ഇന്നത്തെ മത്സരത്തിന് 2 പിച്ചാണ് റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. അത് കുറച്ച് ഡ്രൈ ആണെന്നാണ് ജസ്റ്റ് ഒന്ന് റിസർച്ച് നടത്തിയപ്പോൾ അറിഞ്ഞത്. കുറച്ച് ഡ്രൈ ആണ്, അപ്പോൾ ചിലപ്പോൾ സ്പിന്നെ പിന്തുണച്ചേക്കാം എന്നാണ് അറിഞ്ഞത്. പക്ഷെ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു സാധാ ഈഡൻ ഗാർഡൻസ് പിച്ചാണെങ്കിൽ അറിയാം, ബൗണ്ടറി കുറച്ച് ചെറുതാണ്, അതുപോലെ റൺ ഒഴുകുന്ന പിച്ചാണ്. അന്നത്തെ ആ സ്കോർ വളരെ മികച്ച രീതിയിലാണ് RCB ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു പിച്ചാണെങ്കിൽ സുഖമായിട്ട് 200+ പോകുന്ന ഒരു പിച്ചായിരിക്കും. ഇനി കുറച്ചുകൂടെ സ്പിന്നെ എയ്ഡ് ചെയ്യുമെങ്കിൽ അത് KKRന് ഒരു മുൻതൂക്കം നൽകും. കാരണം ഓഫ് കോഴ്സ് വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും ഉള്ളതുകൊണ്ട് KKRന് അതൊരു മുൻതൂക്കം നൽകും. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ, അതായത് ആദ്യത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ കളിച്ചതിന് ശേഷം സൺറൈസേഴ്സിന്റെ ടോപ്പ് ഓർഡർ തുടർച്ചയായ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. അവരെങ്ങനെയാണ് അത്യാവശ്യം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയ KKR ഓപ്പണിംഗ് ബൗളേഴ്സിനെതിരെ എങ്ങനെ ബാറ്റ് ചെയ്യും? ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല, പവർ പ്ലേയിൽ തന്നെ ഒരു ഡെൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഹെവി ആയിട്ട് ബ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണ്, അതായത് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട SRHന്റെ ടോപ്പ് ഓർഡർ ബാറ്റേഴ്സും അതുപോലെ തന്നെ അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത, അത്രയ്ക്കൊരു എഫക്റ്റീവ് അല്ലാതിരുന്ന നമ്മുടെ KKRന്റെ ന്യൂ ബോൾ ബോളേഴ്സ് നമ്മളുള്ള ഏറ്റുമുട്ടൽ എന്തായിരിക്കും, അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അതുപോലെ മിഡിൽ ഓവേഴ്സിൽ ഇങ്ങനെ ഒരു ഓൺസ്ലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ, തുടക്കം റൺസ് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ഓവേഴ്സിൽ സുനിൽ നരേനും അതുപോലെ നമ്മുടെ വരുൺ ചക്രവർത്തിക്കും ഇവരെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയുമോ? ഈ 2 പ്രകടനങ്ങളാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ഇനി ടീം ന്യൂസിലേക്ക് വന്നാൽ KKRന്റെ സൈഡിൽ നിന്ന് വലിയൊരു ചേഞ്ചിനുള്ള സാധ്യത കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു പ്ലേയിങ് കോമ്പിനേഷൻ നിലനിർത്താനുള്ള സ്റ്റഫ് അവരുടെ ബെഞ്ചിലില്ല. അപ്പോൾ വലിയ ചേഞ്ചസ് ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ കണ്ടീഷൻസ് വെച്ചിട്ട് എന്തെങ്കിലും വന്നാലേ ഉള്ളൂ. പക്ഷെ എന്നാലും കഴിഞ്ഞ മത്സരത്തിലെ പ്ലേയിങ് 12 തന്നെ തുടരാനാണ് സാധ്യത. ഇനി സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ പിച്ച് അനുസരിച്ചായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഫോറിൻ പ്ലെയർ ആയിട്ട് ആഡം സാംബ കളിക്കണോ വിയാൻ മുൾഡർ കളിക്കണോ, അതായത് സ്പിന്നിനെ കുറച്ച് അനുകൂലിക്കുന്ന പിച്ചാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആഡം സാംബ ആയിരിക്കും കളിക്കുക. അതുപോലെ തന്നെ സിമർജിത് സിംഗിനെ യൂസ് ചെയ്യണോ അതോ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ച സീഷൻ അൻസാരി യൂസ് ചെയ്യണോ എന്നുള്ള കാര്യവും പിച്ച് അനുസരിച്ചായിരിക്കും. അതായത് സ്പിന്നിനെ തുണയ്ക്കുന്ന ഡ്രൈ പിച്ച് ആണെങ്കിൽ ഓഫ് കോഴ്സ് സ്പിന്നേഴ്സിനായിരിക്കും അവർ മുൻതൂക്കം കൊടുക്കുക. അല്ലെങ്കിൽ സിമർജിത് സിംഗും ചിലപ്പോൾ വിയാൻ മുൾഡറും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇനി അത് ആ പിച്ചിനൊന്ന് ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിമർജിത്തും നമ്മുടെ ആഡം സാമയും കൂടെ ഇറങ്ങാനും മതി. അപ്പോൾ ഒരു പേസർ ഒരു സ്പിന്നർ എന്ന രീതിയിൽ അവരെ അവിടെ അങ്ങനെ ആഡ് ചെയ്യാനും മതി. അപ്പോൾ ആ ഒരു പിച്ചിന്റെ ബേസിൽ നമ്മുടെ സൺറൈസേഴ്സിൽ ചെറിയ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. കൊൽക്കത്ത നിരയിൽ വലിയ മാറ്റങ്ങൾ ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും ആ ഫോം ഔട്ട് തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടായേക്കാം. അപ്പോൾ അതാണ് ടീം ന്യൂസ് എന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ന് ആരായിരിക്കും വിജയിക്കുക? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ അതോ സൺറൈസേഴ്സ് ഹൈദരാബാദോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.